EMSന്റെ ഉമ്മാനെ കെട്ടിച്ചത് അവർക്ക് 11 വയസ്സുള്ളപ്പോഴാണ്. നമ്മുടെ നാട്ടിൽ കുറേ മാന്യന്മാരുണ്ട്, അവർ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ MP-മാരുണ്ട്, MLA-മാരുണ്ട്, മന്ത്രിമാരുണ്ട്, കേന്ദ്രമന്ത്രി, അവർക്കൊക്കെ ഒരു ഭാര്യ ഉണ്ടാവും. പിന്നെ ഇൻചാർജ് ഭാര്യമാർ വേറെ ഉണ്ടാവും. എന്താണല്ലേ ഇപ്പോഴും പഴയ നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത എത്ര മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ? കേൾക്കാം. വിവാഹം അനുവദിക്കപ്പെടുമ്പോൾ സ്ത്രീകൾക്കും അത്തരം താല്പര്യങ്ങളൊക്കെ ഉണ്ടാവാമല്ലോ, അങ്ങനെയുള്ളത് അനുവദനീയമാണോ എന്നൊരു ചോദ്യത്തിന് നദ്വി ഉത്തരം പറഞ്ഞിട്ടില്ല. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ ഭാര്യമാരെ വേണ്ടിവരുമെന്നാണ് അഭിപ്രായം. ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള കുറേയധികം സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്, അവർക്ക് കുറേയേറെ ഭർത്താക്കന്മാരെ കൂടെ കൊടുക്കാൻ അനുവദിക്കൂ. ഇത് എന്ത് ചോദ്യമാണ് സാർ? പഴയ നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സൂപ്പർ ഫാസ്റ്റ് ബസ് പിടിക്കണം. പുതിയ ബസ്സൊക്കെ ഇറക്കിയിട്ടുണ്ട്. KB ഗണേഷ് കുമാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ദിവസം EK സമസ്ത മുഷാവറ അംഗം ബഹാവുദ്ദീൻ നദ്വി നടത്തിയ ഒരു പരാമർശം വലിയ വിവാദമായിരിക്കുകയാണല്ലോ. പ്രവാചകന്റെ ബഹുഭാരിത്വത്തെക്കുറിച്ച് വിമർശിക്കുന്നതിന് മുമ്പ് തങ്ങളുടെയും ഈ നാട്ടിലെ ജനപ്രതിനിധികളുടെയും ഒക്കെ ബഹുഭാരിത്വം അല്ലെങ്കിൽ അവിഹിത ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ് ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അവിഹിത ബന്ധമില്ലാത്ത ഏതെങ്കിലും ജനപ്രതിനിധികൾ ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കണമെന്ന് പറഞ്ഞാൽ ആരും തന്നെ ഉണ്ടാവില്ല എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം ആ പരാമർശം നടത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 9-ാം വയസ്സിൽ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചത് ശൈശവ വിവാഹത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് പരിഹസിക്കുന്നവരോട് അവർക്ക് മറുപടിയായി ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞത് EMS നമ്പൂതിരിപ്പാടിന്റെ അമ്മ 11-ാം വയസ്സിലാണ് വിവാഹം ചെയ്തത് എന്നാണ്. ഏതായാലും വലിയ പ്രതിഷേധങ്ങളാണ് ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് CPM ആ പ്രസംഗം നടത്തിയ സ്ഥലത്തേക്ക് മാർച്ച് നടത്തുകയും വലിയ രീതിയിൽ തന്നെ ബഹാവുദ്ദീൻ നദ്വിയെ തെറി അഭിഷേകം നടത്തുന്നതും നമ്മളെല്ലാവരും കണ്ടു. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞ ആ പ്രസ്താവനയെക്കുറിച്ചല്ല, മറിച്ച് നദ്വിയുടെ ആ പരാമർശം റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ ഇസ്ലാമിനെ ഒന്ന് അവഹേളിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു, ഇസ്ലാമിനെ ഒന്ന് ആക്ഷേപിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് തുറന്നു കാണിക്കുക, ഡോക്ടർ അരുൺകുമാർ പറഞ്ഞ ആ അവഹേളനത്തിന് മറുപടി കൊടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾ എല്ലാവരും മുഴുവനായും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ തത്വചിന്തകനും ബുദ്ധിജീവിയുമാണ് എന്ന് സ്വയം നടിക്കുന്ന ഡോക്ടർ അരുൺകുമാർ എത്ര വലിയ വിഡ്ഢിത്തരമാണ് ആ വാർത്തയ്ക്കിടയിൽ പറഞ്ഞത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നിങ്ങൾ എല്ലാവരും ആ വാർത്ത കണ്ടിട്ടുണ്ടോ? ആദ്യം നമുക്ക് ബഹാവുദ്ദീൻ നദ്വി എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാം. അതിനുശേഷം ഡോക്ടർ അരുൺകുമാർ ഇസ്ലാമിനെതിരെ പറഞ്ഞ ആ ഒരു പ്രസ്താവന കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. EMSന്റെ ഉമ്മാനെ കെട്ടിച്ചത് അവർക്ക് 11 വയസ്സുള്ളപ്പോഴാണ്. EMSന്റെ ഉമ്മാനെ കെട്ടിച്ചപ്പോൾ ഉമ്മാൻ്റെ പ്രായം 11 വയസ്സാണ്. EMSന്റെ ഉമ്മാനെ 11 വയസ്സായപ്പോഴാണ് കെട്ടിച്ചത് എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആരെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാതാവിനെ ആരെങ്കിലും അവഹേളിക്കുകയോ പരിഹസിക്കുകയോ ഇകഴ്ത്തുകയോ ചെയ്യാറുണ്ടോ? ഇല്ല, ചെയ്യാൻ പാടില്ല. അത് അന്നത്തെ രീതിയാണ്. അത് ആ ഒരു നമ്പൂതിരി മാത്രമല്ല, മറ്റു പല നമ്പൂതിരിമാരും അങ്ങനെയായിരുന്നു. ഇനി ബഹുഭാര്യത്തെടുത്താലോ, നമ്മുടെ നാട്ടിൽ കുറേ മാന്യന്മാരുണ്ട്, അവർ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ MP-മാരുണ്ട്, MLA-മാരുണ്ട്, മന്ത്രിമാരുണ്ട്, കേന്ദ്രമന്ത്രി, അവർക്കൊക്കെ ഒരു ഭാര്യ ഉണ്ടാവും. പിന്നെ ഇൻചാർജ് ഭാര്യമാർ വേറെ ഉണ്ടാവും, വൈഫ് ഇൻചാർജ്. അങ്ങനെ പേരെങ്ങനെ പറയില്ല എന്ന് മാത്രം. എത്ര ആളുണ്ടായിരുന്നു ഒഴിവ്? അത് ഇല്ലാത്തവരാരെന്ന് കയ്യൊന്തിക്കാൻ പറഞ്ഞാൽ സമൂഹത്തിൽ എത്ര ആൾ കയ്യൊന്തിക്കും? ഇസ്ലാം ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ചെയ്ത് ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാകാം. മനുഷ്യൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് സ്വഭാവം അനുസരിച്ച് ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ അത് മതത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യണം. 4 കെട്ടണം എന്ന് പറഞ്ഞിട്ടില്ല, അത് തൽപര കക്ഷികൾ പറയുന്നതാണ് 4 കെട്ടണം. ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. നദ്വി പറഞ്ഞതിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ശക്തമായിട്ട് വിമർശിക്കുകയുണ്ടായി. കാന്തപുരം ഉസ്താദിന്റെ കയ്യിലുള്ള തിരുകേശത്തെ കള്ളമുടിയാണെന്നും വ്യാജമുടിയാണെന്നുമൊക്കെ അദ്ദേഹം ഒരു പരാമർശം നടത്തുകയുണ്ടായി. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ബഹാവുദ്ദീൻ നദ്വിക്ക് സംഭവിച്ചത് ആ തിരുകേശത്തിന്റെ കുരുത്തക്കേടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പരസ്യമായിട്ട് ഇത്തരത്തിലൊരു പരാമർശം നടത്താനും അതിൻ്റെ പേരിൽ
വലിയ ആക്ഷേപവും അവഹേളനവും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്? അല്ലാഹു അഅലം. അതല്ലെങ്കിൽ ഇതുവരെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു മുഷാവറ മെമ്പർക്കെതിരെ ഒരു പാർട്ടിയും ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയിട്ടില്ല, തെറി അഭിഷേകം നടത്തിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു മുഷാവറ മെമ്പറും ഇതുവരെ ഇത്തരത്തിൽ പരസ്യമായിട്ടൊരു പ്രസ്താവനയും നടത്തിയിട്ടുണ്ടാവില്ല. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുടെ പേരിൽ മുഴുവൻ ജനപ്രതിനിധികളെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലായിരുന്നല്ലോ ആ ഒരു പരാമർശം. അപ്പൊ അങ്ങനെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കാൻ, അതും ഒരു വ്യഭിചാരോപണമാണ്, അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ നിലപാട് എന്ന് പറയുന്നത് അതാണ്. കൃത്യമായ ഒരു തെളിവുണ്ടെങ്കിൽ പോലും അത് ജനങ്ങളുടെ മുമ്പിൽ പരസ്യമായിട്ട് പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പ്രത്യേകിച്ച് ഒരു മുഷാവറ അംഗം വേണമെങ്കിൽ കാന്തപുരം ഉസ്താദിനോ ഉസ്താദിന്റെ അനുയായികൾക്കോ ഈ ഒരു വിഷയത്തിൽ ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ പരസ്യമായിട്ട് രംഗത്തിറങ്ങാം, പരസ്യമായിട്ട് വിമർശിക്കാം. കാരണം കാന്തപുരം ഉസ്താദിനെതിരെ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ പ്രസ്താവന നമ്മളെല്ലാവരും കേട്ടതാണ്. അതിന്റെ പകരമായി ഈ കിട്ടിയ അവസരം വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. പക്ഷേ കാന്തപുരം ഉസ്താദിന്റെ അനുയായികളിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനോ സംഘടനാ നേതാക്കളോ ഒന്നും ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ ഒരു പരാമർശവും, അത്തരത്തിലുള്ള ഒരു പരാമർശവും നടത്തിയിട്ടില്ല. ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞതിനെതിരെ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. ഇവിടെയാണ് വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേണമെങ്കിൽ ബഹാവുദ്ദീൻ നദ്വി ആ പറഞ്ഞത് ശരിയായില്ല, അതൊരു പണ്ഡിതന് യോജിച്ചതല്ല എന്നെങ്കിലും പറയാമായിരുന്നു. പക്ഷെ അതുപോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തി പ്രതികാരം ചെയ്യുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇവർക്ക് ആർക്കുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരുന്നെങ്കിൽ ഈ കേരളം മുഴുവൻ കൂടെ നിൽക്കുമായിരുന്നു, സകല മാധ്യമങ്ങളും കൂടെ നിൽക്കുമായിരുന്നു. പക്ഷെ എന്നിട്ടും അത്തരത്തിലുള്ള ഒരു പരാമർശം പോലും ഇവർ നടത്താത്തത് കിട്ടുന്ന അവസരത്തിൽ പ്രതികാരം ചെയ്യാനുള്ളതല്ല, പകരം വീട്ടാനുള്ളതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാണ്. പിന്നെ ബഹാവുദ്ദീൻ നദ്വിയെ പരാമർശത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു വ്യഭിചാര ആരോപണമാണ്. വ്യഭിചാര ആരോപണം ഇസ്ലാമിക ഭരണാധികാരികൾക്ക് മുമ്പിൽ പറയണമെങ്കിൽ പോലും 4 സാക്ഷികൾ നിർബന്ധമാണ്. ഏത് സാധാരണക്കാരനും, പിന്നെ പണ്ഡിതന്മാരുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അത്തരം ഒരു കാഴ്ചപ്പാട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ടായിട്ട് പോലും ജനപ്രതിനിധികളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് പരസ്യമായിട്ട് ഇത്തരം വ്യഭിചാര ആരോപണം നടത്തുന്നത് ഒരു പണ്ഡിതന് യോജിച്ചതല്ല എന്നുള്ളത് ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ, കഴമ്പുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ കഴമ്പുണ്ടെങ്കിൽ പോലും അത് പരസ്യമായിട്ട് അങ്ങനെ വിളിച്ചു പറയാൻ പാടുണ്ടോ? ഇല്ല എന്നതല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പൊ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനെതിരെ ഒരു പണ്ഡിതൻ ചെയ്യുമ്പോൾ ബാക്കിയുള്ള അദ്ദേഹത്തെ പിന്തുടരുന്ന സാധാരണക്കാർ എത്രത്തോളം ചെയ്യുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരു പണ്ഡിതനെ സമസ്ത മുഷാവറയിൽ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് അവരാണ് ചിന്തിക്കേണ്ടത്. അത്തരം പരസ്യമായിട്ട് പ്രസംഗിക്കുമ്പോൾ വാക്കുകളിൽ സൂക്ഷ്മത പാലിക്കാൻ കഴിയാത്ത ആളുകൾക്ക് സമസ്ത മുഷാവറയിൽ തുടർന്നു പോകാൻ യോഗ്യതയുണ്ടോ എന്നുള്ളത് അവർ ചിന്തിക്കട്ടെ. ഇനി നമ്മളെ വിഷയത്തിലേക്ക് വരാം. ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞ ഈ ഒരു പ്രസ്താവന, അതിന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനിടയിൽ നദ്വിയെ വിമർശിക്കുന്ന മട്ടിൽ ഡോക്ടർ അരുൺകുമാർ ഇസ്ലാമിന്റെ ആശയങ്ങൾ ഒന്ന് അവഹേളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെ ഒന്ന് ആക്ഷേപിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. പുരുഷന്മാർക്ക് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കാൻ സാധിക്കും, ആവശ്യമെങ്കിൽ അങ്ങനെ സ്വീകരിക്കാം എന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനെയാണ് ഡോക്ടർ അരുൺകുമാർ പരിഹസിക്കുന്നത്. അപ്പൊ ഡോക്ടർ അരുൺകുമാർ ആ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. സംസ്ഥാനത്തെ മന്ത്രിമാർക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി സമസ്ത മുഷാവറ അംഗം ബഹാവുദ്ദീൻ നദ്വി. മന്ത്രിമാർക്കെല്ലാം അവിഹിതമുണ്ടെന്നും വൈഫ് ഇൻചാർജുമാർ ഉണ്ടെന്നുമാണ് പരിഹാസം. EMSന്റെ മാതാവ് 11 വയസ്സിൽ വിവാഹിതയായെന്നും ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞു. ബഹുഭാര്യാത്വത്തെയും ചെറിയ പ്രായത്തിലുള്ള വിവാഹത്തെയും ന്യായീകരിച്ചായിരുന്നു നദ്വിയുടെ പ്രസംഗം. എന്താണല്ലേ, ഇപ്പോഴും പഴയ നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത എത്ര മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ? കേൾക്കാം. അപ്പോൾ അവിഹിതത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ബഹുഭാര്യത്വം അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ മന്ത്രിമാരുടെയൊക്കെ ഈ വൈഫ് ഇൻചാർജ് എന്ന പ്രയോഗമൊക്കെ നടത്തി മന്ത്രിമാരെയും കേന്ദ്രമന്ത്രിമാരെയൊക്കെ ആകെ ആക്ഷേപിക്കുകയും EMSന്റെ മാതാവിനെയൊക്കെ ഉദാഹരണത്തിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. അതിൽ ബഹാവുദ്ദീൻ നദ്വി പറയാതെ പോയൊരു കാര്യമുണ്ട്. സ്ത്രീകൾക്ക് ഇത്തരത്തിൽ ഒന്നിലധികം ഭർത്താക്കന്മാരെ വേണമെങ്കിൽ അധികം താല്പര്യം ഉണ്ടാകുമ്പോൾ, വിവാഹം അനുവദിക്കപ്പെടുമ്പോൾ സ്ത്രീകൾക്കും അത്തരം താല്പര്യങ്ങളൊക്കെ ഉണ്ടാവാമല്ലോ. അങ്ങനെയുള്ളത് അനുവദനീയമാണോ എന്നൊരു ചോദ്യത്തിന് നദ്വി ഉത്തരം പറഞ്ഞിട്ടില്ല. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പം കൂടുതൽ ഭാര്യമാരെ വേണ്ടി വരുമെന്നാണ് ബഹാവുദ്ദീൻ നദ്വിയുടെ അഭിപ്രായം. ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള കുറേയധികം സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്, അവർക്ക് കുറേയേറെ ഭർത്താക്കന്മാരെ കൂടെ കൊടുക്കാൻ അനുവദിക്കൂ. ഇത് എന്ത് ചോദ്യമാണ് സാർ? പഴയ നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സൂപ്പർ ഫാസ്റ്റ് ബസ് പിടിക്കണം. പുതിയ ബസ്സൊക്കെ ഇറക്കിയിട്ടുണ്ട്. KB ഗണേഷ് കുമാർ.
അപ്പൊ ആ റിപ്പോർട്ടർ വാർത്ത വായിക്കുന്നതിനിടയിലും ഡോക്ടർ അരുൺകുമാർ പറയുന്നതിനിടയിലൊക്കെ ചോദിക്കുന്നുണ്ട്, പറഞ്ഞതുപോലെ പുരുഷന്മാർക്ക് ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ 4 ഭാര്യമാരെ വരെ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ഫിറ്റ്നസ് ഉള്ള സ്ത്രീകൾക്ക് എന്തുകൊണ്ട് 4 ഭർത്താക്കന്മാരെ സ്വീകരിച്ചുകൂടാ എന്നാണ് ഡോക്ടർ അരുൺകുമാർ ചോദിക്കുന്നത്. പ്രസക്തമായ ചോദ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. ബഹുഭാരിത്വത്തിന്റെ അടിസ്ഥാനം ഫിറ്റ്നസ് അല്ല, അത് വേറെ കാര്യം, അത് പണ്ഡിതന്മാർ പറഞ്ഞോളൂ. അത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചും മറ്റു പല കാരണങ്ങൾ കൊണ്ടുമാണ് ഈ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത്. അത് ഇസ്ലാം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ അവസരത്തിൽ അത് വിശദീകരിക്കാൻ നിന്നാൽ ഒരുപാട് സമയം വരും, അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് വലിയൊരു വിഡ്ഢിത്തമല്ലേ ഡോക്ടർ അരുൺകുമാറും ചോദിച്ചത്? ഒരു സ്ത്രീ 4 ഭർത്താക്കന്മാരെ സ്വീകരിച്ചാൽ എത്ര വലിയ അപകടമാണ് അവിടെ സംഭവിക്കുന്നത്. ആ സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ആ ഗർഭത്തിന്റെ ഉത്തരവാദി ആരാണ്, ഏത് ഭർത്താവാണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അങ്ങനെ തിരിച്ചറിയാൻ കഴിയാതിരിക്കുമ്പോൾ ആ സ്ത്രീയുടെ പ്രസവ ശുശ്രൂഷയും ഗർഭാകാലത്ത് പരിചരണവും പ്രസവത്തിന്റെ ചെലവും മറ്റു കാര്യങ്ങളൊക്കെ ആരാണ് വഹിക്കേണ്ടത്? ഏത് ഭർത്താവാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? അപ്പൊ അവസാനം 4 ഭർത്താക്കന്മാരെ സ്വീകരിച്ച ഈ പെണ്ണല്ലേ കുടുങ്ങുക? എത്ര വലിയ വിഡ്ഢിത്തമാണ് ഡോക്ടർ അരുൺകുമാർ ചോദിച്ചത്. ഈ പെണ്ണ് പ്രസവിച്ചാൽ തന്നെ DNA ടെസ്റ്റ് നടത്തിയിട്ടല്ലാതെ ആ കുട്ടിയുടെ പിതാവിനെ തിരിച്ചറിയാൻ കഴിയോ? ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെയുള്ള ഈ കാലത്ത് നടക്കും. കുറെ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലോ എങ്ങനെയാണ് ആ കുട്ടിയുടെ പിതാവിനെ തിരിച്ചറിയാം? അതല്ലെങ്കിൽ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒന്നും ഇല്ലാത്ത നാട്ടിലാണെങ്കിൽ എങ്ങനെയാണ് 4 ഭർത്താക്കളുള്ള സ്ത്രീയുടെ 4 ഭർത്താവിനെ സ്വീകരിച്ച സ്ത്രീക്ക് പിറന്ന കുട്ടിയുടെ പിതാവിനെ എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? ഇതിനും കൂടെ ഒരു മറുപടി അവർ പറയട്ടെ. അപ്പൊ ഇത്തരം പടുവിഡ്ഢിത്തങ്ങളാണ് വലിയ തത്വചിന്തകൻ എന്ന പേരിൽ സ്വയം വിലയിരുത്തുന്ന അവരൊക്കെ ചോദിക്കുന്നത്. ഇസ്ലാമിനെ വിമർശിക്കാൻ എന്ത് വിഡ്ഢിത്തരം വിളമ്പാമെന്നാണ് ഇവരുടെയൊക്കെ കാഴ്ചപ്പാട്. ഇനി അതൊക്കെ പോട്ടെ, 4 ഭർത്താക്കന്മാരെ സ്വീകരിച്ച ഏതെങ്കിലും ഒരു പെണ്ണ് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഒരു ഉദാഹരണമെങ്കിലും ഇവർക്ക് കാണിക്കാൻ കഴിയും? ഇവര് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ നിരീശ്വരവാദികളും അത് പറയുന്നുണ്ടല്ലോ. അവരൊന്ന് കാണിക്കട്ടെ, 4 ഭർത്താക്കന്മാരെ സ്വീകരിച്ച ഒരു പെണ്ണ് നല്ല സന്തോഷത്തോടെ കഴിയുന്നത്. പച്ചക്കളവ് പറഞ്ഞാൽ പോരാ, അത് സത്യസന്ധമായിട്ട് പറയണം. കാണിക്കാൻ കഴിയില്ല. എന്നാൽ വർഷങ്ങളായിട്ട് 4 ഭാര്യമാരെ സ്വീകരിച്ച് സന്തോഷത്തോടെ ഐക്യത്തോടെ ജീവിക്കുന്ന നിരവധി കുടുംബങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. മറ്റു രാജ്യങ്ങളിലേക്ക് ഒന്നും പോകണ്ട, നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അപ്പൊ ഇസ്ലാമിനെ അവഹേളിക്കാൻ വേണ്ടി വെറുതെ പമ്പര വിഡ്ഢിത്തം പറയാന്നല്ലാതെ ഇവർ പറയുന്നതിലോ ചോദിക്കുന്നതിലോ ഒന്നും ഒരു കഴമ്പുമില്ല. ഇയാൾക്ക് ആരാണാവോ ഡോക്ടറേറ്റ് കൊടുത്തത്? ഇത് കേവലം ഒരു ഉദാഹരണം മാത്രമല്ല. ഇയാൾ ഇതിനു മുമ്പും ഇസ്ലാമിനെ അവഹേളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ചാനലിലൂടെ. ആ നിമിഷപ്രിയ കേസ് പറയുന്ന സമയത്ത് ഇസ്ലാമിക നിയമങ്ങൾ പ്രാകൃതമാണ്, അത് മനുഷ്യത്വരഹിതമാണ് എന്ന മട്ടിലായിരുന്നു ഇദ്ദേഹം അവതരിപ്പിച്ചത്. അത് യമനിലെ നിയമങ്ങളെ പരിഹസിക്കുക എന്ന ധാരണയിൽ ഇസ്ലാമിനെ മൊത്തത്തിൽ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. യമനിലെ നിയമങ്ങൾ അവിടെ മാത്രമുള്ളതല്ല, ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ ഉള്ളതാണ്. അത് ഇസ്ലാമിന്റെ നിയമമാണ്. അപ്പൊ യമനിലെ നിയമങ്ങൾ പ്രാകൃതമാണ്, മനുഷ്യത്വരഹിതമാണെന്നൊക്കെ പറയുന്നതോടുകൂടി ഇസ്ലാമിക ആശയങ്ങളെ കൂടിയാണ് അയാൾ അവിടെ പരിഹസിക്കുന്നത്. ആ വീഡിയോ കൂടി നമുക്കൊന്ന് കേൾക്കാം. യമനിൽ 2 സർക്കാരുകൾ ഇപ്പോഴുണ്ട്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ വടക്കൻ യമൻ ഹൂതികൾ നിയന്ത്രിക്കുന്ന പ്രദേശമാണ്. അവിടെ സനയടക്കമുള്ള പ്രദേശങ്ങളിൽ നടപ്പിലാക്കുന്നതാവട്ടെ അന്താരാഷ്ട്ര സമൂഹം ഇന്നേ വരെ അംഗീകരിക്കാത്ത നിയമരീതികളും ശിക്ഷാരീതികളുമാണ്. ഇന്നും ഏറ്റവും ക്രൂരമായ രീതിയിൽ വധശിക്ഷ നടപ്പിലാക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് യമൻ. ഏതൊക്കെ രീതിയിലാണെന്ന് അറിയാമോ? കല്ലെറിഞ്ഞു കൊല്ലുന്നുണ്ട് യമനിൽ. അടുത്ത കാലത്ത് അത് കുറച്ച് കുറവാണ്. വധശിക്ഷ നടപ്പിലാക്കുന്നത് വെടിവെച്ച്, അതായത് ഒരൊറ്റ വെടിക്ക് ജീവൻ വെടിയണം എന്നുള്ളതാണ് അവരുടെ ശിക്ഷാ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തല വെട്ടുക എന്നുള്ളത്, ഒറ്റ വെട്ടിന് ശിരച്ഛേദം ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു പ്രാകൃതമായിട്ടുള്ള വിധി. ആ അർത്ഥത്തിൽ മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു തരത്തിലുള്ള അന്തർദേശീയ നിയമങ്ങളും പാലിക്കാത്ത ഹൂതി വിഭാഗം ഭരിക്കുന്ന ഒരിടമാണ് ഈ യമൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ അയാൾ പറയുന്നത് യമനിലെ നിയമങ്ങൾ അവിടെ ഹൂത്തികൾ ഭരിക്കുന്നത് കൊണ്ട് അത് പ്രാകൃത നിയമമാണ്, മനുഷ്യത്വരഹിതമാണ് എന്തൊക്കെയാണ്. സത്യത്തിൽ ഹൂത്തികളാണ് അവിടെ ഭരിക്കുന്നതെങ്കിലും യമനിൽ മുഴുവൻ ഇസ്ലാമിക നിയമങ്ങൾ തന്നെയാണ് നടപ്പാക്കുന്നത്. അതുകൊണ്ടാണല്ലോ നിമിഷപ്രിയക്ക് കുടുംബം മാപ്പ് കൊടുത്തപ്പോൾ വധശിക്ഷയിൽ നിന്നും മോചിപ്പിക്കാനായത്. അതിനെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല? ഈ വധശിക്ഷ വിധിച്ചതിനെ കുറിച്ചാണ് ഇവർക്കൊക്കെ പറയാനുള്ളത്. ഇനി തലപൊട്ടലും അതുപോലെ തന്നെ വെടിവെച്ച് കൊല്ലലൊക്കെ എന്താണ്? അത് വളരെ ഭീകരമാണ്, മനുഷ്യത്വരഹിതമാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ തൂക്കിക്കൊല്ലലാണോ? തൂക്കിക്കൊല്ലൽ എന്തുകൊണ്ട് ഭീകരതയില്ല? ഒരാളെ കൊല്ലുമ്പോൾ തൂക്കിക്കൊല്ലുന്നത് യാതൊരു കുഴപ്പമില്ല, അത് മനുഷ്യത്വരഹിതമല്ല. എന്നാൽ തലയറുത്ത് കൊല്ലുന്നത് മനുഷ്യത്വരഹിതമാണ്, വെടിവെച്ച് കൊല്ലുന്നത് മനുഷ്യത്വരഹിതമാണ്. ഇതെങ്ങനെയാണ് ഇയാൾ കമ്പയർ ചെയ്യുന്നത്? ശരിക്കും ഒരാളെ വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ
അയാൾക്ക് പെട്ടെന്ന് ജീവൻ പോകുന്ന രീതി, അയാളെ കൂടുതൽ പ്രയാസപ്പെടുത്താത്ത രീതിയിൽ അയാൾക്ക് വധശിക്ഷ നടപ്പാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്. മറിച്ച് തൂക്കിക്കൊല്ലുമ്പോൾ അങ്ങനെ വളരെ പെട്ടെന്നൊന്നും ചിലപ്പോൾ ജീവൻ പോകില്ല. ആ മനുഷ്യൻ ഒരുപാട് വേദന അനുഭവിച്ചിട്ടാണ് ആ മനുഷ്യന്റെ ജീവൻ പോകുന്നത്. അപ്പൊ അതിനേക്കാളും നല്ലതല്ലേ വെടിവെച്ച് കൊല്ലുന്നത്? അതിനേക്കാളും നല്ലതല്ലേ ഒറ്റ വെട്ടിന് കഴുത്തറുത്ത് കൊല്ലുന്നത്? അപ്പൊ ഇസ്ലാമിക നിയമങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ പ്രാകൃതമാണ്, അത് മനുഷ്യത്വരഹിതമാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇയാളത് പരാമർശം നടത്തുന്നത്. അത് ഏതൊരു മനുഷ്യന് ചിന്തിച്ചാൽ അറിയാം, വളരെ പെട്ടെന്ന് ജീവൻ പോകുന്ന വധശിക്ഷയാണ് ഏറ്റവും നല്ലത് എന്നുള്ളത്. 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ഇപ്പോഴും വണ്ടി കിട്ടിയിട്ടില്ലേ, സൂപ്പർ ഫാസ്റ്റ് പിടിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമെന്നാണ് അയാൾ നദിവിയോട് ചോദിക്കുന്നത്. സത്യത്തിൽ നദിവിയോടാണ് ചോദിക്കുന്നതെങ്കിലും ഇസ്ലാമിനോട് നടത്തുന്ന ഒരു പരിഹാസം തന്നെയാണത്. കാരണം 6-ാം നൂറ്റാണ്ടിൽ വ്യാപകമായി തുടങ്ങിയത് ഇസ്ലാമാണല്ലോ. അപ്പൊ ഇസ്ലാമിന് നേരെയുള്ള ഒരു ഒളിയമ്പാണ് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം പരിഹാസങ്ങളുമായി ഇസ്ലാമിനെ കാണുന്ന ഡോക്ടർ അരുൺകുമാർ അടക്കമുള്ള നിരീശ്വരവാദികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് അത് ദൈവം ഉണ്ടാക്കിയതാണ്, ഏതെങ്കിലും മനുഷ്യനുണ്ടാക്കിയതല്ല. അപ്പൊ അത് കാലഘട്ടം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഒരു മനുഷ്യന് അതിൽ മാറ്റത്തിരുത്തലുകൾ നടത്താൻ കഴിയില്ല. അത് 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ മുഖാന്തരമാണ് മനുഷ്യരിലേക്ക് എത്തിയത്. പിന്നീട് ഒരു പ്രവാചകൻ വരാത്തത് കൊണ്ട് അതിൽ ഒരു മാറ്റത്തിരുത്തലും നടത്താൻ പറ്റൂല. കാരണം ദൈവത്തിന്റെ നിയമങ്ങൾ മാറ്റാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. അപ്പൊ ദൈവവുമായി സംവദിക്കാൻ കഴിവുള്ള ഒരു പ്രവാചകൻ ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി ആണല്ലോ. അപ്പൊ ആ അന്ത്യപ്രവാചകന് ശേഷം വേറൊരു പ്രവാചകൻ ഇല്ലാത്തത് കൊണ്ട് ആ ഇസ്ലാമിക നിയമത്തിൽ ഒരു മാറ്റത്തിരുത്തലും സംഭവിക്കാൻ പാടില്ല. അത് ചെയ്യാൻ ഒരു മനുഷ്യന് പോലും അധികാരമില്ല, പ്രവാചകന്മാർക്ക് പോലും അധികാരമില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ എങ്ങനെയാണ് ഈ നൂറ്റാണ്ടുകൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇസ്ലാമിക നിയമങ്ങൾ മാറ്റം വരുത്തുന്നത്? നിങ്ങൾ പറഞ്ഞ പോലെ പ്രാകൃത നിയമം തന്നെയാണ്, പക്ഷെ അത് ലോകാവസാനം വരെയുള്ളവർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന നിയമങ്ങളാണ് ഇസ്ലാമിക നിയമങ്ങൾ. അതുകൊണ്ട് തന്നെ 6-ാം നൂറ്റാണ്ടിൽ ദൈവം പ്രവാചകരിലൂടെ നമുക്ക് കൈമാറിയ ആ നിയമങ്ങൾ അനുസരിക്കാൻ ഓരോ മുസ്ലിമും ബാധ്യസ്ഥരാണ്. അത് മുസ്ലിങ്ങൾ ഇന്ന് അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. 6-ാം നൂറ്റാണ്ടിലുള്ള നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ആധുനിക കാലത്തും മുസ്ലിങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ. നിങ്ങളൊക്കെ 6-ാം നൂറ്റാണ്ടിൽ വെള്ളം കുടിച്ചത് പോലെ തന്നെയല്ലേ ഇപ്പോഴും വെള്ളം കുടിക്കുന്നത്? 6-ാം നൂറ്റാണ്ടിൽ ഭക്ഷണം കഴിച്ചത് പോലെ തന്നെ അല്ലേ ഇപ്പോഴും ഭക്ഷണം കഴിക്കുന്നത്? 6-ാം നൂറ്റാണ്ടിൽ ഉറങ്ങുന്നത് പോലെ തന്നെ അല്ലേ ഇപ്പോഴും ഉറങ്ങുന്നത്? അവരന്ന് കഴിച്ച പഴവും പച്ചക്കറിയും മത്സ്യവും മാംസവും ഒക്കെ തന്നെയല്ലേ നിങ്ങൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും 6-ാം നൂറ്റാണ്ടിലുള്ള അതേപോലെ തന്നെ ഇന്നും ചെയ്യുന്നത്. അതിലൊന്നും ഇവർക്ക് യാതൊരു കുഴപ്പമില്ല. ഇവർക്ക് പറ്റാത്ത ചില കാര്യങ്ങൾ മാത്രം മാറ്റം വരുത്തണം. അപ്പൊ ഇതൊക്കെ പറയുന്നത് ശരിക്ക് ചിന്തിക്കാനിട്ടല്ല, ഇസ്ലാമിനെ വിമർശിക്കാൻ കിട്ടുന്ന ഒരു അവസരം ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇവരൊക്കെ ഉള്ളിലുള്ള ചിന്ത. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഡോക്ടർ അരുൺകുമാറിനെ പോലെയുള്ളവരെ നിങ്ങൾ കരുതിയിരിക്കണം. ഒരു ചാനലുണ്ടെന്ന് കരുതിയിട്ട് വാർത്തകൾക്കിടയിലൂടെ ഇസ്ലാമിനെതിരെ ഒളിയമ്പെയ്ത് ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താനും പരിഹസിക്കാനും ശ്രമിക്കുന്ന ഇത്തരം മാധ്യമ പ്രവർത്തകർക്കെതിരെ നമ്മൾ ജാഗ്രത പാലിക്കണം. ഇവരിനിയും വിഡ്ഢിത്തരങ്ങൾ വിളമ്പിക്കൊണ്ടെങ്കിലും ഇസ്ലാമിനെ അവഹേളിക്കാൻ മുന്നോട്ട് വരും. മുസ്ലിം പണ്ഡിതന്മാരെ തേജോവധം ചെയ്യാൻ മുന്നോട്ട് വരും. ഇത്തരക്കാർക്കെതിരെ നമ്മൾ കരുതിയിരിക്കണമെന്ന് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.